ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സാധനങ്ങളുടെ വിലയെല്ലാം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കണ്ടിട്ട് നല്ല രീതിയിലൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരിക. സ്പെയിനിൽ ഇപ്പോൾ ജീവിത ചെലവ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമയത്തുള്ള ചിലവും ഇപ്പോൾ ഉള്ള ചിലവും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയൊരു വ്യത്യാസമാണ് കാണുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ ആ ഒരു വലിയ വ്യത്യാസം, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല. യൂറോപ്യൻ യൂണിയനിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പെയിനിലുള്ള ചിലവ് കുറവ് തന്നെയാണ്. പക്ഷേ അതേപോലെ തന്നെ ഇവിടെയുള്ള സാലറിയും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ചിലവോ 2 വർഷങ്ങൾക്ക് മുൻപുള്ള ചിലവോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് അതായിരിക്കും ഇപ്പോഴത്തെ ചിലവെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമുക്ക് ഇപ്പോഴത്തെ ഒരാൾക്ക് ബേസിക്കായിട്ട് ജീവിക്കാൻ എത്രത്തോളം ചിലവ് വരും, ഒരു ഏകദേശ കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സ്പെയിനിൽ ജീവിക്കാൻ ഒരാൾക്ക് ഒരു മാസം എത്ര യൂറോ വേണം? ഇതൊരു ചോദ്യം മാത്രമല്ല, ഒരു മൈൻഡ് സെറ്റ് കൂടിയാണ്. വേണമെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്ന് കൂടി പറയാം. ഈ ചോദ്യത്തിന് മുന്നേ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്: ഞാൻ എങ്ങനെയാണ് അവിടെ ജീവിക്കാൻ പോകുന്നതെന്ന്. താമസം സിറ്റി സെൻ്റർ ആണോ, ഷെയർഡ് അക്കോമഡേഷൻ ആണോ, ആഹാരം പുറത്തുനിന്നാണോ, ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ആണോ, കാറാണോ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഓരോരുത്തരുടെയും ചിലവ്. അതുകൊണ്ട് തന്നെ സ്പെയിനിൽ ഒരാൾക്ക് ഏറ്റവും ബേസിക്കായി ജീവിക്കുമ്പോൾ എന്തൊക്കെ ചിലവാകും എന്ന് നോക്കാം. ആദ്യത്തേത് താമസം. മദ്രിദ്, ബാർസലോണ പോലുള്ള ടിയർ 1 നഗരങ്ങളിൽ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാമുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ഏകദേശം 950 മുതൽ 1500 യൂറോ നിരക്കിലാണ് അപ്പാർട്ട്മെൻറ്റുകൾ ലഭ്യമായി തുടങ്ങുക. ഇതിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൗകര്യങ്ങളും അതുപോലെ ലൊക്കേഷനും അനുസരിച്ച് വില വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കും. ഇനി ചിലവ് കുറഞ്ഞ ടിയർ 2 നഗരങ്ങളായ വാലൻസിയ, സെവിയ, മലാഗ പോലുള്ള ഇടങ്ങളിൽ 1 BHK അപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല ലൊക്കേഷനിൽ കിട്ടാൻ ഏകദേശം കുറഞ്ഞത് 750 യൂറോ മുതൽ 900 യൂറോ വരെയാണ്. നഗരങ്ങൾക്ക് പുറത്തുള്ള ഉൾപ്രദേശങ്ങളിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വില ഇതിനേക്കാൾ നന്നായി കുറയ്ക്കാനാകും. പക്ഷേ യാത്രയ്ക്ക് വേണ്ടി കുറച്ച് സമയം നൽകേണ്ടി വരും. അതുപോലെ ഷെയർഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്കും വാടക നന്നേ കുറവാണ്. ഇനി നമ്മൾ ഒരു മാസം വാങ്ങുന്ന ഗ്രോസറീസ്, അതായത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മുട്ട, പാല്, ഇറച്ചി, മീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും മിനിമം റേറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാം. ഇനി അടിസ്ഥാനപരമായ കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില നോക്കാം. അതിനുശേഷം ഒരു മാസം ഭക്ഷണത്തിന് വേണ്ടി എത്ര ചിലവാകുമെന്ന് നോക്കാം. 1 ലിറ്റർ പാലിന് ശരാശരി കണക്ക് പ്രകാരം 80 സെൻറ്റ് മുതൽ 1 യൂറോ 5 സെൻറ്റ് വരെ വരും. അതുപോലെ ബ്രെഡിന് 1 യൂറോ 20 സെൻറ്റ് മുതൽ 1 യൂറോ 30 സെൻറ്റ് വരെയാണ്. പ്രീമിയം ക്വാളിറ്റി ബ്രെഡ് ആണെങ്കിൽ അത് 2 യൂറോയിലേക്കും പോകും. 1 ഡസൻ മുട്ട 2 യൂറോ 55 സെൻറ്റ് മുതൽ 2 യൂറോ 75 സെൻറ്റ് വരെയാണ്. ഇനി വലിയ മുട്ടയാണ്, അതായത് എക്സൽ സൈസിലുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ വില വീണ്ടും കൂടും. 1 കിലോ ചിക്കൻ ബ്രസ്റ്റിന് 7 യൂറോ മുതൽ 8 യൂറോ വരെ വരാറുണ്ട് വില. പഴം 1 യൂറോ 70 സെൻറ്റ് മുതൽ 2 യൂറോ വരെ പോകാറുണ്ട്. ഈ വിലകളൊക്കെ ഒരു ശരാശരി കണക്ക് മാത്രമാണ്. കാരണം സൂപ്പർ മാർക്കറ്റുകൾ അനുസരിച്ചും അതുപോലെ ബ്രാൻഡുകൾ അനുസരിച്ചും ഈ വിലയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു മാസം ആഹാരത്തിനായി ഏകദേശം 200 മുതൽ 250 യൂറോ വരെയാണ് ചിലവ് വരുന്നത്. പിന്നെ നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾക്കനുസരിച്ച് ഈ വിലയിൽ വ്യത്യാസം വരും. യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, വെള്ളം, ഗ്യാസ്, ഹീറ്റിംഗ്, ഇൻ്റർനെറ്റ് തുടങ്ങിയവയ്ക്കെല്ലാം ഏകദേശം 140 യൂറോ വരെയാണ് മാസം ചിലവ് വരാറുള്ളത്. പിന്നെ ഗതാഗതത്തിന് വേണ്ടി ഏകദേശം 50 യൂറോ വരെ ചിലവാകും. ഇത് നിങ്ങളുടെ യാത്രയുടെ ദൈർഘ്യം, എത്രത്തോളം യാത്ര ചെയ്യും, അതുപോലെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന മാധ്യമം ഇതൊക്കെ അനുസരിച്ച് വില വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് പരമാവധി ചിലവ് ചുരുക്കി ഒരു മാസം ശരാശരി എത്രയാണ് ചിലവെന്ന് നോക്കാം. അത് ഏകദേശം 900 യൂറോ വരെയാണ്. സ്പെയിനിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മാസശമ്പളത്തിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇനത്തിലും മറ്റുമായി കുറച്ച് ഭാഗം പോകും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ഇനി നിങ്ങൾ വിനോദത്തിനായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുക, യാത്ര പോവുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലവിൽ ഇനിയും വർധനവുണ്ടാകും. അപ്പോൾ സ്പെയിനിൽ ജീവിക്കാൻ ഒരാൾക്ക് ഒരു മാസം ഏകദേശം എത്ര ചിലവ് വരും എന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന സ്പെയിൻ ജീവിത ചിലവ് കുറഞ്ഞൊരു രാജ്യമാണ്. അതുപോലെ സാലറിയും കുറവാണ് ഇവിടെ. ഈ സംഖ്യകളെല്ലാം വെറും ശരാശരി കണക്കുകൾ മാത്രമാണ്.
നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന തീരുമാനമനുസരിച്ചിരിക്കും എല്ലാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങൾക്കായി യാത്രാജാലകം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.